എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തിൽ സമയത്തിൻ്റെ തികവിൽ അതിൽ 2599 ഖണ്ഡിക യേശു പ്രാർത്ഥിക്കുന്നു. അതാണ് യേശു പ്രാർത്ഥിക്കുന്നു. കന്യകാപുത്രനായി തീർന്ന ദൈവപുത്രൻ തൻ്റെ മനുഷ്യഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. സർവശക്തൻ, ശ്രദ്ധിക്കണം, കന്യകാപുത്രനായി തീർന്ന ദൈവപുത്രൻ തൻ്റെ മനുഷ്യഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. സർവശക്തൻ ചെയ്ത എല്ലാ വൻ കാര്യങ്ങളും സ്വഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുകയും അവയെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്ത തൻ്റെ അമ്മയിൽ നിന്നാണ് പ്രാർത്ഥനാ വചസ്സുകൾ പഠിച്ചത്. ലൂക്ക 1:49, 2:19, 2:51 ഇതെല്ലാം അതിന് നിദാനമാണ്. നസ്രത്തിലെ സിനഗോഗുകളിലും ജെറുസലേമിലെ ദേവാലയത്തിലും തൻ്റെ ജനം ചൊല്ലിവന്ന പ്രാർത്ഥനയുടെ വാക്കുകളും താളങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ അവൻ അഭ്യസിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം, ലൂക്ക 2:49 എന്ന് 12-ാം വയസ്സിൽ അവിടുന്ന് വെളിപ്പെടുത്താൻ കനിഞ്ഞതുപോലെ 12-ാം വയസ്സിൽ അവിടുന്ന് വെളിപ്പെടുത്താൻ കനിഞ്ഞതുപോലെ അന്യഥാ നിഗൂഢമായ വേറൊരു ഉറവിടവും അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. 12-ാം വയസ്സിൽ അവിടുന്ന് വെളിപ്പെടുത്താൻ കനിഞ്ഞതുപോലെ അന്യഥാ നിഗൂഢമായ വേറൊരു ഉറവിടവും അവിടുത്തെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ഇവിടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥനയുടെ പുതുമ വെളിപ്പെടാൻ ആരംഭിക്കുന്നു. പിതാവ് സ്വന്തം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുത്രസഹജമായ പ്രാർത്ഥന ഇപ്പോഴിതാ തൻ്റെ ഏകജാതൻ അവിടുത്തെ മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യരോടൊപ്പം മനുഷ്യർക്ക് വേണ്ടിയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. ഇതിൻ്റെ മാർജിൻ പാരഗ്രാഫ് വായിക്കുമ്പോഴാണ് അത് കൂടുതൽ കൃത്യമായി മനസ്സിലാകുക. എങ്കിലും ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് വായിക്കാം. 2599 ശ്രദ്ധയോടെ വായിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കന്യാപുത്രനായി തീർന്ന ദൈവപുത്രൻ, അതായത് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ തൻ്റെ മനുഷ്യഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ രഹസ്യം. ഈശോ ദൈവപുത്രനാണെങ്കിലും ഈശോ ഇവിടെ പ്രാർത്ഥിക്കുന്നത് മനുഷ്യപുത്രനായിട്ടാണ്. ആ മനുഷ്യഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. സർവശക്തൻ ചെയ്ത എല്ലാ വൻ കാര്യങ്ങളും സ്വഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുകയും അവയെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്ത തൻ്റെ അമ്മയിൽ നിന്നാണ് യേശു പ്രാർത്ഥന വചസ്സുകൾ പഠിച്ചത്. നസ്രത്തിലെ, കാരണം അവിടെ ലൂക്ക 2:51 പറയുന്നത് അവൻ അമ്മയ്ക്കും അപ്പനും അനുസരണയോടെ ആയിരുന്നു എന്നാണ്.
നസ്രത്തിലെ സിനഗോഗിലും ജെറുസലേമിലെ ദേവാലയത്തിലും തൻ്റെ ജനം ചൊല്ലി വന്ന പ്രാർത്ഥനയുടെ വാക്കുകളും, അതാണ് സങ്കീർത്തനങ്ങൾ, താളങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ അവൻ അഭ്യസിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം എന്ന് 12-ാം വയസ്സിൽ അവിടെ നിന്ന് വെളിപ്പെടുത്താൻ കനിഞ്ഞതുപോലെ അന്യഥാ നിഗൂഢമായ വേറൊരു ഉറവിടവും അവിടുത്തെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. ഒന്ന്, ഈശോ മനുഷ്യനായ ഈശോ ആ മനുഷ്യ ഹൃദയത്തിൽ ദൈവജനത്തോടൊപ്പം തൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും ദൈവജനത്തോടൊപ്പം പഠിച്ച പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം എന്ന് 12 വയസ്സിൽ അവിടെ നിന്ന് വെളിപ്പെടുത്താൻ കനിഞ്ഞതുപോലെ. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ അടുത്ത പാരഗ്രാഫുകളിൽ മനസ്സിലാക്കും. ഇനി മറ്റൊന്ന്, അന്യഥാ നിഗൂഢമായ വേറൊരു ഉറവിടം അവിടുത്തെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. അതാണ് മറ്റൊരു പ്രധാന രഹസ്യം. ഇപ്പം 3 കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ. ഒന്ന്, മനുഷ്യനായ ഈശോ തൻ്റെ മനുഷ്യപ്രകൃതിയിൽ തൻ്റെ മാനുഷിക മാതാപിതാക്കളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതോടൊപ്പം മനുഷ്യരുടെ പ്രാർത്ഥന ഈ ലോകത്തിൽ ഇപ്പം ജനങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഉരുവിട്ടു. പിന്നെ ഒരു വെളിപാടാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതില്ലേ എന്ന വെളിപാടാണ് മറ്റത്. തുടർന്ന് നിഗൂഢമായ വേറൊരു ഉറവിടം അവിടുത്തെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ഇവിടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ, അതാണ് സമയത്തിൻ്റെ തികവിൽ, പ്രാർത്ഥനയുടെ പുതിമ വെളിപ്പെടാൻ ആരംഭിക്കുന്നു. അതായത് അന്ന് വരെ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവം, യഹൂദ ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ ആ ദൈവം സമയത്തിൻ്റെ തികവിൽ മനുഷ്യനായി വന്നിരിക്കുന്നു, മനുഷ്യപുത്രനായി വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തന്നെ അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടാകുകയാണ്, ഒരു റെവല്യൂഷണറി ചേഞ്ച്. അതാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക ഇസ്രായേൽ ജനത്തിന് നിഷിദ്ധമായിരുന്നു, ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പാടില്ല. നമ്മൾ മനുഷ്യർ ദൈവമക്കളാണെന്ന് പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. താൻ ദൈവമകനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് യേശുവിനെ പീഡിപ്പിച്ചതും യേശുവിനെ കുരിശിൽ തറച്ചതും. എന്നാൽ താൻ ദൈവമകനാണ് എന്നുള്ള സത്യം പറയാതിരിക്കാനും വയ്യ. അതാണ് ഇവിടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥനയുടെ പുതിമ വെളിപ്പെടുവാൻ ആരംഭിക്കുന്നു. പിതാവ്, കണ്ടോ, ദൈവത്തെ പിതാവ്. പിതാവ് സ്വന്തം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുത്രസഹജമായ പ്രാർത്ഥന. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. ഈശോ തന്നെ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ആബാ ആബാ പിതാവേ. പുത്രസഹജമായ പ്രാർത്ഥന. ഇപ്പോഴിതാ തൻ്റെ ഏകജാതൻ അവിടുത്തെ മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യരോടൊപ്പം മനുഷ്യർക്ക് വേണ്ടിയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്നു. പ്രാർത്ഥനയുടെ പ്രപഞ്ചം മുഴുവനിലും ഉള്ള വലിയ ഒരു മാറ്റമാണ് ഈശോയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ചതാണ്. അതിനകത്തേക്ക് ഞാനിനി പോകുന്നില്ല. നമ്മൾ ഏതാണ്ട് 90ഓളം എപ്പിസോഡ് എടുത്ത് പഠിച്ചതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന.
ഇനി ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫിൽ 470, 584, 534, അതിൽ 470 വളരെ ഗഹനമായ ഒന്നാണ്. 470 നമുക്ക് പോകാം. 470 ദൈവപുത്രൻ എങ്ങനെ മനുഷ്യനാകുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, കന്യകാപുത്രനായിത്തീർന്ന ദൈവപുത്രൻ തൻ്റെ മാനുഷിക ഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രധാന രഹസ്യം. കന്യകാപുത്രനായിത്തീർന്ന ദൈവപുത്രൻ ദൈവപുത്രനാണ്, എന്നാൽ ഇപ്പോൾ മനുഷ്യപുത്രനാണ്. അതുകൊണ്ട് തൻ്റെ മാനുഷിക ഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് ആ ദൈവപുത്രൻ മനുഷ്യപുത്രനായിത്തീർന്നത് എന്നത് നമ്മൾക്കെല്ലാം അറിയാമെങ്കിലും അതിനെ ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ യേശു എന്ന് പറയുമ്പോൾ യേശു നമ്മളെല്ലാവരുടെയും സഹോദരനാണ്, മനുഷ്യപുത്രനാണ്. പച്ച മനുഷ്യനായിട്ടാണ് യേശു ജനിച്ചത്, നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട്. അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. ശ്രദ്ധിക്കണം, അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും. നമ്മുടെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ശരീരം മർത്യമാണ്, ആത്മാവ് അമർത്യമാണ്. ഇവിടെ 470 ഖണ്ഡികയിൽ അതിൻ്റെ വിശദീകരണം നമുക്ക് കാണാം. 469 ഞാൻ പല പ്രാവശ്യം പറയാറുള്ളതാണ്. എൻ്റെ അവസാനം, മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. 470 മനുഷ്യാവതാരമെന്ന രഹസ്യാത്മക യോജിപ്പിൽ ഉണ്ടോ, മിസ്റ്റീരിയസ് യൂണിയൻ, വളരെ വലിയ ഒരു രഹസ്യമാണ്. മനുഷ്യാവതാരമെന്ന രഹസ്യാത്മക യോജിപ്പിൽ അവിടുത്തെ മനുഷ്യപ്രകൃതി വിലയിപ്പിക്കപ്പെടുകയല്ല, ആദാനം ചെയ്യപ്പെടുകയാണുണ്ടായത്. ഈ സത്യം ഗ്രഹിച്ച സഭ നൂറ്റാണ്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളോട് കൂടിയ മനുഷ്യാത്മാവിൻ്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശദ പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രേരിതയായി. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്ന് സഭയ്ക്ക് അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ത്രിത്വത്തിലെ ഒരുവനിൽ നിന്നുള്ളവയാണ്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ത്രിത്വത്തിലെ ഒരുവനിൽ നിന്നുള്ളവയാണ്. തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്നാലോചിക്കൂ, കണ്ടോ, മനുഷ്യനാണ്, എന്നാൽ ഈ മനുഷ്യൻ ദൈവം തന്നെയാണ്. ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. അതുകൊണ്ട് ആ ത്രിത്വത്തിൻ്റെ ഒരുവൻ ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ, മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നു? ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായിരിക്കുന്നു. ദൈവവും മനുഷ്യനുമാം
മിശിഹാനാഥനെ വാഴ്ത്തിയിടുവിൻ. അതാണ് 469 പറയുന്നതെന്ന് വായിക്കട്ടെ. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റു പറയുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ടും അതേസമയം മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അതാണ് ഈ 470 അവസാനം വളരെ ഗഹനമായൊരു കാര്യമാണ്. ഒന്നുകൂടി വായിക്കാം. ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനിൽ ഉള്ളവയാണ്. ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളിൽ നിന്നുള്ളവയാണ്. തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. മനുഷ്യപ്രകൃതിയാണെങ്കിലും ത്രിത്വത്തിലെ ദൈവപ്രകൃതിയുടെ സർവ്വതും ആ മനുഷ്യപ്രകൃതിയിൽ ലഭിക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിലും ആത്മാവിലും ത്രിത്വത്തിൻ്റെ ദൈവിക രീതികൾ മാനുഷിക രീതിയിൽ പ്രകടമാക്കുന്നു. ഉണ്ടോ? യോഹന്നാൻ 14:9-10 വരെയുള്ള ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. ത്രിത്വത്തിലെ രഹസ്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ യോഹന്നാൻ 14:9 പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ കാണുന്നില്ലേ, എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്വമേധയാ പറയുന്നതല്ല. എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. കണ്ടോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് അദൃശ്യനായ പിതാവിനെ എന്നിലൂടെ കാണാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. ഞാൻ എൻ്റെ മനുഷ്യപ്രകൃതിയിൽ പറയുന്ന വാക്കുകൾ ദൈവപിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാ തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം, ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളാണ്. ആ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ എന്നുള്ള നിലയിൽ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. തൻ്റെ മനുഷ്യപ്രകൃതി. അപ്പോൾ ഒരു വശത്ത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യരിൽ ദൈവപ്രകൃതി മുഴുവനുണ്ട്. ക്രിസ്തു, ശ്രദ്ധിക്കണം, ക്രിസ്തു തൻ്റെ ശരീരത്തിലും ആത്മാവിലും ത്രിത്വത്തിൻ്റെ ദൈവിക രീതികൾ മാനുഷിക രീതിയിൽ പ്രകടമാക്കുന്നു. ഇനി അതിൻ്റെ അവസാന ഭാഗം രണ്ടാം വത്തിക്കാൻ സൂനോദോസിലെ ഒരു പ്രബോധനമാണ്. ദൈവപുത്രൻ മാനുഷിക കരങ്ങൾ കൊണ്ട് ജോലി ചെയ്തു, മാനുഷിക മനസ്സുപയോഗിച്ച് ചിന്തിച്ചു, മാനുഷിക ഇച്ഛയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചു. ദൈവപുത്രൻ മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അവിടുന്ന് വാസ്തവത്തിൽ
നമ്മിലൊരാളായി തീർന്നു. പാപമൊഴികെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മെപ്പോലെയായി. നമ്മിലൊരാളായി തീർന്നു, നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനായി തീർന്നു. എന്നാൽ അതേ സമയത്ത് ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ ദൈവപുത്രനിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യനിൽ പ്രാവർത്തികമാകുന്നു. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മനുഷ്യപുത്രനായ എന്നെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മനുഷ്യപുത്രനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് കാണാം, എന്നാൽ പിതാവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നത്? ഞാൻ യേശു, മനുഷ്യപുത്രനായ യേശു, ആ യേശുവിൽ ആരുണ്ട്? ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രനുണ്ട്. ആ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രൻ പിതാവുമായിട്ട് ഒന്നാണ്. അപ്പോൾ ആ ദൈവപുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നാൽ പിതാവ് അദൃശ്യനാണ്. അപ്പോൾ അദൃശ്യനായ പിതാവിനെ, ആ പിതാവുമായിട്ട് സത്തയിൽ ഒന്നായിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിലൂടെ ആ പിതാവിനെ തന്നെ യേശു ക്രിസ്തുവിൽ കാണുന്നു. ഇതാണ് നമ്മൾ ത്രിത്വത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയപ്പോൾ അതിനകത്ത് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? യേശു മനുഷ്യനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ മാനുഷിക മനസ്സിൽ, യേശുവിൻ്റെ മാനുഷിക അവസ്ഥയിൽ യേശുവിൻ്റെ ദൈവിക അവസ്ഥ നിറഞ്ഞു നിൽക്കുന്നു, ദൈവപുത്രനാകുന്ന അവസ്ഥ നിറഞ്ഞു നിൽക്കുന്നു. അത് തമ്മിൽ ഒരിക്കലും അകറ്റാൻ പറ്റില്ല. 584 യേശുവും ദേവാലയവും എന്നുള്ള ആ കാര്യത്തിൻ്റെ വിശദാംശമാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള സവിശേഷ സ്ഥലമെന്ന നിലയിലാണ് യേശു ദേവാലയത്തിൽ പോയിരുന്നത്. ശ്രദ്ധിക്കണം, ദേവാലയം അവിടുത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിൻ്റെ വാസസ്ഥാനവും പ്രാർത്ഥനാ ഭവനവുമായിരുന്നു. അതിൻ്റെ പുറത്തുള്ള അങ്കണം കച്ചവടത്തിനുള്ള സ്ഥാനമായി തീർത്തതിൽ അവിടുന്ന് രോഷം പൂണ്ടു. തൻ്റെ പിതാവിനോടുള്ള തീക്ഷ്ണമായ സ്നേഹം മൂലമാണ് അവിടുന്ന് കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത്. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. 354. അത് സങ്കീർത്തനം 69:10 ഇതൊക്കെ സങ്കീർത്തനവുമായിട്ട് കണക്റ്റഡാണ്. അവിടുത്തെ പുനരുത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാർ ദേവാലയത്തോട് മതാത്മകമായി ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. 355, അതായത് അപ്പസ്തോല പ്രവർത്തനം 2:46, 3:1, അപ്പസ്തോല പ്രവർത്തനം 5:20, 21. ഇതെല്ലാം അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി. 2:46 അപ്പസ്തോല പ്രവർത്തനം 2:46 അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി എല്ലാ ദിവസവും അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന ഇതെല്ലാം ചെയ്തു വന്നു. കണ്ടോ, 5:20, 21 എല്ലാം അവർ ദേവാലയത്തിൽ യേശു നൽകിയ പ്രബോധനങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ആ ദേവാലയം യേശുവിൻ്റെ ജീവിതകാലത്ത് പിതാവിൻ്റെ ഭവനമായിട്ട് ഈശോ
മനസ്സിലാക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുന്ന സ്ഥലമായിട്ട് ഈശോ ചെയ്തത് പിന്നീട് സഭയിലുണ്ടാകാനിരിക്കുന്ന ആ ദേവാലയ ശുശ്രൂഷകളുടെ ആരംഭം തന്നെയായിരുന്നു. അത് മറ്റൊന്നിനും അതിൻ്റെ പരിസരങ്ങളിൽ തന്നെ കച്ചവടം നടത്തിയവരെല്ലാം മാറ്റിക്കളഞ്ഞു. കാരണം ദേവാലയത്തിൻ്റെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ആ മാലാഖ അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ 5:20 വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 5, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും നവജീവൻ്റെ വചനം, ഈ വചനം പ്രസംഗിക്കുക. കണ്ടോ, നവജീവൻ്റെ ഈ വചനം. അപ്പോൾ ആ പഴയ നിയമത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവൻ, പുതുജീവൻ, ഉയർപ്പിൻ്റെ, സ്വർഗീയതയുടെ, മഹത്വീകരണത്തിൻ്റെ അവസ്ഥയാണ് സുവിശേഷം. 534 യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെ സംബന്ധിച്ച സവിശേഷതകൾ പാലിക്കുന്ന, മൗനം ഭഞ്ജിക്കുന്ന ഏക സ്വഭാവം യേശുവിന് ദേവാലയത്തിൽ മൗനം ഭഞ്ജിക്കുന്ന ഏക സ്വഭാവം. അതായത് യേശുവിൻ്റെ രഹസ്യ ജീവിതം, 30 വർഷത്തെ യേശുവിൻ്റെ രഹസ്യ ജീവിതത്തിലെ ആ മൗനം ഭഞ്ജിക്കുന്ന, അതിനെ മുറിക്കുന്ന ഏക സ്വഭാവം യേശു ദേവാലയത്തിൽ 12 വയസ്സിൽ കണ്ടുമുട്ടുന്നതാണ്. അല്ലെങ്കിൽ 30 വർഷവും യേശു ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സുവിശേഷകരാരും കാര്യമായിട്ട് എഴുതുന്നില്ല, പറയുന്നില്ല. യേശുവിൻ്റെ അപ്പോൾ ആ 30 വർഷവും യേശു പ്രാർത്ഥനയിലായിരുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ പ്രബോധനം. അങ്ങനെ ഒരുപാട് പേര് രഹസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് കോൺടെംപ്ലേറ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. ഒരുപാട് മഠങ്ങളും വൈദികരും ആരാലും അറിയപ്പെടാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയുടെ ശക്തമായ നിലനിൽപ്പ്. ഞാൻ മദർ തെരേസ സിസ്റ്റർമാർക്ക് അവരുടെ കോൺടെംപ്ലേറ്റീവ് മഠങ്ങളിൽ ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ്. ആർക്കും അറിയില്ല മദർ തെരേസയ്ക്ക് അതുപോലെ രഹസ്യമായിരുന്ന് പ്രാർത്ഥിക്കുന്ന മഠങ്ങളുണ്ടെന്ന്. വളരെ അധികം ആളുകൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ഒരുപാട് കോൺഗ്രിഗേഷനുകളിൽ പ്രാർത്ഥന മാത്രം, ടെലിഫോൺ അതിൻ്റെ അടുത്തേ ഇല്ല അവർക്ക്. ആകെ ഒരു ലാൻഡ് ഫോണാണുള്ളത്, അതും സുപ്പീരിയർ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് മാസത്തിലൊരിക്കൽ വീട്ടിലേക്ക് വിളിക്കാൻ ഉള്ള അനുവാദമേ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കേണ്ട, നമ്മളിപ്പോൾ മീഡിയയായിട്ട് വളരെയധികം പോപ്പുലറായി കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. കൊച്ചുകൾ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് അവരുടെ കയ്യിലും ഫോൺ ഉണ്ടാകേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ എല്ലാം ഡീൽ ചെയ്യണു. ഒരുപാട് മെസ്സേജുകൾ അയക്കണു. എല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ഉടനെ ഒരു കൈകൂപ്പി ഒരു സന്ദേശം ഇങ്ങോട്ട് വരുന്നു. ഇതെല്ലാം ഉള്ളത് കൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ വിചാരിക്കണത് ഈ മീഡിയയിലൂടെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം അങ്ങ് നടക്കണമെന്നും വിചാരിക്കേണ്ട. ഈ ഒരു മീഡിയയും ഇല്ലാതെ ഈശോ 30 വർഷം രഹസ്യമായി പ്രാർത്ഥിച്ച പോലെ ആരാലും അറിയപ്പെടാതെ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, സഹോദരങ്ങളുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ മീഡിയ ജിമ്മിക്സിലായിരിക്കുകയാണല്ല, മീഡിയ ലഹരിയിലാണ്. അത് കുറയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയണതിൻ്റെ ഉദ്ദേശം. നമ്മൾ കുറച്ച് സമയമെങ്കിലും ഫോണെല്ലാം ഓഫ് ചെയ്ത് ഏകാന്തമായിട്ട് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെ
സംബന്ധിച്ച സുവിശേഷങ്ങൾ പാലിക്കുന്ന മൗനം ഭഞ്ജിക്കുന്ന ഏക സംഭവം യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നതാണ്. യേശുവിൻ്റെ ദൈവപുത്രത്വത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദൗത്യത്തിനായുള്ള അവിടുത്തെ പൂർണ്ണ സമർപ്പണത്തിൻ്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കുന്നതിന് ഈ സംഭവം നമുക്ക് അവസരം നൽകുന്നു. യേശുവിൻ്റെ ദൈവപുത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദൗത്യത്തിനായുള്ള അവിടുത്തെ പൂർണ്ണ സമർപ്പണത്തിൻ്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കുന്നതിന് ഈ സംഭവം നമുക്ക് അവസരം നൽകുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 12 വയസ്സായ മകൻ. അപ്പോൾ അവിടെ യേശുവിൻ്റെ ദൈവപുത്രത്വത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദൗത്യത്തെക്കുറിച്ചാണ് ഈശോ അവിടെ പറയുന്നത്. മറിയവും ജോസഫും ഈ വചനം അവർക്കത് ഗ്രഹിച്ചില്ല എന്നാണ് പറയണത്. കണ്ടോ, ഇത്രയും വലിയ ജ്ഞാനമുള്ള മറിയത്തിന് ആ മകൻ പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഈ പറയണതിൽ അത്രയ്ക്ക് വലിയ അഗ്രാഹ്യമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് അതിൻ്റെ വാക്കുകളും അക്ഷരങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിൽ മനസ്സിലാകാത്ത എന്തോ വലിയ രഹസ്യമുണ്ട്. തുടർന്ന് വിശ്വാസപൂർവം അവർ അത് സ്വീകരിച്ചു. അതാണ് സാധാരണ ജീവിതത്തിൻ്റെ നിശബ്ദതയിൽ യേശു രഹസ്യമായി ജീവിതകാലം മുഴുവൻ മറിയം ഇക്കാര്യങ്ങളെല്ലാം സ്വഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ചു. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാന ഒരു അവസ്ഥയാണ് 30 വർഷം യേശു എന്ത് പ്രാർത്ഥിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് ഇതെല്ലാം നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതാണ് സങ്കീർത്തനങ്ങളായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പേജിൽ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ കണ്ടോ. അപ്പോൾ ക്രിസ്തു കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിച്ചത് മുഴുവനും സങ്കീർത്തനങ്ങളാണ്. നമ്മൾ യേശു പ്രാർത്ഥിക്കുന്നു എന്ന ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആക്കി. എന്നാൽ അതിൽ നിങ്ങൾ തുടർന്ന് ഒന്നുകൂടി അത് വായിച്ച് 470 ഖണ്ഡിക കൂടുതൽ വായിച്ച് അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയുടെ ഒരു പുതിയ മാനം, വളരെ വ്യത്യസ്തമായ ഒരു മാനം. ഫരിസേയരും നിയമജ്ഞരും പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനാ മാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാനം യേശു തുറന്നു. അതുകൊണ്ട് അതാണ് പ്രധാനമായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ. അപ്പോൾ ഇവിടുത്തെ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്, ഒന്ന്, യേശു ദൈവപുത്രനായ യേശു തൻ്റെ മനുഷ്യഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം. ദേവാലയ പ്രാർത്ഥനകളുടെ രൂപം വന്നു അവിടെ 12 വയസ്സിൽ തന്നെ. പിന്നെ പറയുന്നത്, നിഗൂഢമായിട്ടുള്ള ആ ദൈവപിതാവ് പുത്രസഹജമായ പിതാവ് സ്വന്തം മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുത്രസഹജമായ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം.